ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ വളർത്തുന്ന കുറച്ച് എക്സോട്ടിക് പെറ്റ്സിനെയൊക്കെ കാണിക്കാനാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ പെറ്റ്സിൻ്റെ കോണറിനെ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പെറ്റ്സിൻ്റെ കോണർ. നമുക്ക് ആദ്യം ഏത് പെറ്റ്സിനാണ്? നമുക്ക് ആദ്യം ഇപ്പോൾ ഇവിടെ കുറച്ച് കൽക്കം വെറൈറ്റി ഉണ്ട്, പോളി വെറൈറ്റി കുറച്ച് ഐറ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൽക്കൻ. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി കാണിക്കാം. അത് നമ്മുടെ കൽക്കലിന് ഇറക്കി കാണിച്ചാ ചെയ്യോ? ഇല്ല ഇല്ല, ഇത് കൽക്കന മെയിലാണ്, ഫീമെയിലും. ഈ വൈറ്റ് ആണോ ഫീമെയിൽ? ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചേ ഉള്ളൂ. ഇവനാണ് ആദ്യം കൊണ്ടുവന്നത്. വല്ലതും ചെയ്യോ തൊട്ടോ? കല്ലൊക്കെ തിന്നു. ഇത് നമുക്ക് കയറ്റിയാലോ? കേട്ടേക്കാം. അത് മറ്റേ ഫീമെയിൽ തന്നെ കയറിയിട്ടുണ്ട്. ഫീമെയിൽ തന്നെ കയറി കയറിക്കൊണ്ടല്ലാണ്. മഴയല്ല. ഏതാ? ഇത് ഗിനിക്കോഴി. ഇത് ഗിരിക്കോഴി എന്നാണ് ഒരു വിഭവം. അതിന്റെ അടുത്ത് വിഗോവട്ടാകാൻ കിടപ്പുണ്ട് പറഞ്ഞു. ഈ കൽക്കന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു വട്ടം ഇങ്ങനെ മീൻ മേടിക്കാൻ പോലെ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഈ വെള്ള ഫീമെയിലിനെ കണ്ടില്ലേ നിങ്ങൾ, ചെറുത്? ആ ഒരു പ്രായത്തിൽ കൊണ്ടുവന്നാണ് കൽക്കന. അപ്പോൾ അത് 2 മാസം, ഞാൻ ഒന്നര മാസമായി. അവൻ ഇത്ര വലുതായി. അപ്പോൾ ഫീമെയിലും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഫീമെയിലും മേടിച്ചാണ്. ഇത് നമ്മുടെ ഗിനിക്കോഴിയാണ്. അപ്പൊ ഇപ്പൊ അവരെ ഇറക്കണില്ല, കാരണം വിഗോവയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് കടയിൽ പോയപ്പോ നമുക്ക് തറവറേറ്റ് ഇല്ല. അത് നമ്മുടെ ഗ്രാമശ്രീ കോഴികളാണ്. അത് പീജ് നമ്മുടെ, അതും ഈ സെയിം കോഴിയുടെ തന്നെ, ഗ്രാമശ്രീ കോഴിയുടെ തന്നെ. അത് എലിയല്ല, അത് നമ്മുടെ ഗിനിപ്പിക്കാണ്. ഇത് മെയിലാണോ ഫീമെയിലാണോ? അത് ഫീമെയിലാ. ഇവിടെ കൂടി ഇവരുടെ തന്നെ കുറച്ച് കരിങ്കോഴി കുഞ്ഞുങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇവർക്ക് കുറച്ച് അണ്ണാവാലൻ എന്ന് പറഞ്ഞ വെറൈറ്റി ക്യാറ്റ്സ് ഒക്കെ ഉണ്ട്. ഇല്ല, അവിടെ ഒരു കുഞ്ഞിരിപ്പുണ്ട്. അതിനെ എടുക്കാൻ പറ്റുമോ? പറ്റും. ഞാനൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ ഗൈസ്. ഗൈസ്, അത് ഓടാനൊക്കെ എനിക്കൊരു പേടി. അതെല്ലാം ചെയ്യുമോ ഗൈസ്? ഇത് ഇച്ചിരി അറ്റാക്കിംഗ് മൈൻഡ് ആണെന്ന് തോന്നുന്നു ഗൈസ്. കൈയൊക്കെ പൊക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇവരുടെ തന്നെ ഒരു കുളമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ ഫിഷാണ്? ഇതിപ്പോ നമ്മളെ ഞാൻ പറയാം, കുളം മഴ കാരണം നല്ല കവിഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് വറ്റിച്ചാണ്. ഇത് കിടന്ന വെറൈറ്റി ടെട്ര കിടപ്പുണ്ട്. പിന്നെ കോഴിക്കാർപ്പിന്റെ പിന്നെ അവിടെ ഒരു കുഞ്ഞു ഇരിപ്പുണ്ടല്ലോ. ഇല്ല, അതൊന്നും ചെയ്യൂല. ഇല്ല, പക്ഷെ ഞാൻ കൈ കൊണ്ടിരുന്നപ്പോ എന്നെ പജിലാണ്ട. നമുക്ക് ഇവിടെ ഫീഡ് ചെയ്ത് കാണിച്ചുതരാം. നിങ്ങള് നമ്മള് ഇതിനകത്ത് വല്ലതും മേടിക്കണമെന്ന് നിങ്ങൾ കമന്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു മീനെ മേടിക്കുന്നതായിരിക്കും. ഇതിന് എന്താണെന്ന് വെച്ചാൽ ടെട്രയുണ്ട്, പിന്നെ ഓസ്കാറിന്റെ ബേബി ഉണ്ട്, പിന്നെ അടിയിലാന്ന് തോന്നുന്നു ഷാർക്കുണ്ട്, പിന്നെ ഒരു ആരകൻ ഫിഷ് ഉണ്ട്. അതിനെത്രയായിരുന്നു? അത് 200 രൂപ മേടിച്ചാണ്. അപ്പൊ ഗൈസ്, ഇതിന്റെ അകത്ത് എന്തോ ഒരു മുഷി പോലത്തെ സാധനം പൊങ്ങിയല്ലോ ഗൈസ്. ഇതിന്റെ അകത്ത് എന്തോ ഒരു മുഷി പോലത്തെ സാധനം പൊങ്ങിട്ടോ. ഇതിന്റെ അകത്ത് എന്തോ മുഷി പോലത്തെ ഓസ്കാർ വേണ്ട. ഓസ്കാർ എവിടെ കണ്ടില്ലല്ലോ. എവിടെ അതിനെത്ര? അതിപ്പോ നമ്മൾ ഈ കടയിൽ ചെന്നപ്പോ ഒരു സാധനമായിട്ട് എടുത്താണ്. പല റേറ്റിന് കൊടുക്കും. സോറി ഗൈസ്, ഞാൻ അറിയാതെ ചോദിച്ചു കേട്ടാ. അതൊന്നും വിഷയമല്ല. അപ്പൊ പിന്നെ സക്കർ കിടപ്പുണ്ട്. ഇതിന്റെ എന്തൊരു മുഷി പോലത്തെ സാധനം. അതാണ് നമ്മുടെ ഫ്രിഡ്ജ് വെട്ടി. ഇവിടെ നിന്നാണ് ആദ്യം തുടക്കം ഫ്രിഡ്ജ് വെട്ടിന്ന്. എല്ലാരും തുടക്കക്കായി ഫ്രിഡ്ജ് വെട്ടിന്നായിരിക്കും അല്ലേ? ചിലവര് ജാറിനൊക്കെ തുടങ്ങി. ചിലവര് ജാറ് പിന്നെ എന്തോ ഒരു എലിയനെ അകത്ത് വളർത്തുന്നുണ്ട്. അത് കാണിക്കാം, നമുക്ക് പുറകെ കാണിക്കാം. അത് നമുക്ക് ഇതിന്റെ അകത്ത് ഏത് വെറൈറ്റി കിടക്കുന്നത്? ഇത് നമുക്ക് ജെയിന്റ് വരെ ഉൾപ്പെടെ ഉണ്ട്. ഫീഡ് കൊടുക്കാം. ബിഗ്ഗസ്റ്റ് ഫിഷസ് ആണ് കിടക്കുന്നത്.
ഫീഡ് കൊടുക്കാം. ഗൈസ് ദേ ഗൈസ് ഒരു ജെയിന്റ് കൂരയൊക്കെ ഇരിപ്പുണ്ട്. ജെയിന്റ് കൂര ഉണ്ട്, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഉണ്ട്. നമ്മളിവിടെ പാണ്ട മുഷി എന്നാണ് പറയണത്. സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ മുഷികളുണ്ട്. ആ ബ്ലാക്ക് മുഷി അത് എത്ര മെയിലാണോ ഫീമെയിലാണോ? ഏതാ ഇത് ഒരു ബ്ലാക്ക് കളർ വന്നത്? അത് ആഫ്രിക്കൻ മുഷി, അത് ഒരു 5 എണ്ണം ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു തലയിട്ട് വന്നില്ലല്ലോ. അതൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു മീൻ്റെ ഇത്. പിന്നെ ഉള്ളത് ഇപ്പൊ കണ്ടില്ലേ, പിന്നെ മിൽക്കി കാർപ്പുണ്ട്, പിന്നെ നമ്മുടെ മറ്റേ കട്ട്ലയുടെ കുഞ്ഞുങ്ങളുണ്ട്. കട്ട്ല. പിന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ്, ഷാർക്ക് അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ്. കട്ട്ലേക്ക് പോകുന്നുണ്ട് ഞാൻ കണ്ടിട്ട്. ഇവര് നന്നായിട്ട് ഫീഡ് എടുക്കുന്ന കൂടല്ല. കണ്ടില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് കുഞ്ഞുങ്ങളായിട്ട് വന്നത്. കട്ട്ലാണ് ഇപ്പൊ വലിയത് പോന്നടിച്ചത്. നിങ്ങൾ ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുത്താ ആവശ്യക്കാർ വന്നാൽ കൊടുക്കുകയൊക്കെ ചെയ്യില്ലേ ഈ കുറച്ച് മറ്റേ ഈ കുളത്തിലെ ഫിഷ്? ഇപ്പൊ സെയിലൊന്നും ഇല്ല. ആകുമ്പോ നമ്പർ കൊടുത്തേക്കാം. സെയിലാകുമ്പോ വിളിച്ചു ചോദിച്ചാൽ മതി. കട്ടിലേക്കാണ് വന്നത് കേട്ടോ. കുഞ്ഞുങ്ങളായിരുന്നു, തീരെ കുഞ്ഞായിരുന്നു കൊണ്ടുവന്നപ്പോ. അത് എത്ര കിടപ്പുണ്ട്? കട്ടില 2 എണ്ണം. പേരാണോ? ആ പേരാ. ഉണ്ട്, നല്ല ഫീഡിങ് ആണ്. ഗുരുവായൂർ ഇപ്പൊ ഇവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. പയ്യോ പോലും അനങ്ങാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. വെള്ളം ഇതായി കാണുന്നത് കാണാൻ ചാൻസ് കുറവാണ്. അടിയപ്പുണ്ട് വന്നുണ്ട് ഗൈസ്. വെള്ളം ഇതായോണ്ട് കാണാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ഒരു വെള്ളം അല്ലേ ഒരു കലക്കലും പിന്നെ ഒരു മഴ സീസൺ ഒക്കെ ആയതുകൊണ്ട് അല്ലേ ഇച്ചിരി ഡാർക്കാണ് ഗൈസ്. നമ്മൾ പിന്നെ ഒരു ദിവസം വീണ്ടും ഈ ഒരു പുലിവാകനെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇതെന്തായാലും വീട്ടിലും ഉണ്ട് കേട്ടോ. ഇത് ഒരെണ്ണേ ഉള്ളോ? 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം മുട്ടയിട്ടിരിക്കുക. കുഞ്ഞുണ്ടായത് സത്യത്തിൽ ഇതിന്റെ മകളായിരുന്നു അത്. അപ്പോ പാരന്റ് ബേഡ് ഒരെണ്ണം കുറെ ഉണ്ടായിരുന്നു. ഉപയോഗിച്ച് കുറെ കൊടുക്കുകയും ചാവുകയൊക്കെ ചെയ്തു. ഇത് ഇവനുണ്ട്, ഇപ്പൊ കുഞ്ഞായിട്ടില്ല. കുറെ ഇവന് മുട്ടയിട്ട് തന്നെ കളയും. എന്നാ കാര്യം കുഞ്ഞു വരുവാണ് ഉറപ്പാടും കൊടുക്കും. നിങ്ങൾ കമന്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റേ ലവ് ബേർഡ് ഒരെണ്ണം കിടക്കുന്ന അതിന്റെ അകത്ത് ഒരു കുഞ്ഞ് റെഡിയായി വരികയാണെങ്കിൽ നമ്മളൊരു മെല്ലെ മേടിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മളടുത്ത് കാണിക്കാൻ പോണത് നമ്മുടെ ഞാനിപ്പോ കുറച്ച് എക്സോട്ടിക് എന്ന് പറഞ്ഞ ഒരു ഗർബിലും ഒരു മൈസും പിന്നെ കോക്ടെയില് പേർഷ്യൻ ക്യാറ്റ് അങ്ങനത്തെ കുറച്ച്. ഗർബിലെന്ന് വെച്ചാൽ വാലച്ചിരി കൂടെയാണ് ആ ടൈപ്പ്. മൈസ് എലിബ്രീഡ് നല്ല ഇതായിട്ടുള്ള, പക്ഷെ നമുക്ക് കാണാനുള്ളവരാണ്. അപ്പോ നമുക്ക് അവരെ കാണാം. അതിപ്പോ ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. അപ്പൊ നമുക്ക് ഇണക്കി വളർത്താൻ വേണ്ടി നമ്മൾ എടുത്താണ്. അപ്പൊ DNA എടുത്താലും അറിയാൻ പറ്റും വലുതാണോ. നമുക്ക് ഇപ്പൊ ഹാൻഡ് ഫീഡിങ് കൊടുത്തിരിക്കുവാണ്. അതുകൊണ്ടാണ് ആളിങ്ങനെ ഇരിക്കുന്നത്. ടേംഡായി വരുന്നു. എടുക്കാലോ. ഇതാണ് നമ്മുടെ കോക്ടെയിൽ. കൈ എടുത്തിട്ടുണ്ട്. മിക്കു എന്നാട്ടോ പേര്. മിക്കു വിളിയേക്കും അല്ലേ? വിളിച്ച് ടൈംഡാക്കി വരുന്നു. ഫുഡ് കഴിച്ചിട്ടിരിക്കണോണ്ട് ആളിച്ചിരിയല്ലേ ഇതായിട്ടിരിക്കുക. അപ്പൊ നമ്മളവനെ അധികം ബുദ്ധിമുട്ടിക്കാനില്ല, നമുക്ക് അങ്ങനെ കേറ്റിയേക്കാം. അപ്പൊ ഗൈസ് അടുത്തത് ഗർബിൽ എന്ന് പറഞ്ഞ ടൈപ്പ് ഒരു ഹാംസ്റ്റർ മോഡൽ അല്ലേ? ഹാംസ്റ്റർ അല്ല, പിന്നെ ഹാംസ്റ്ററും ഗർബിലും വേറെ വേറെയാണ്. ഇത് ഗർബിൽ വെറൈറ്റി ഇച്ചിരി കാശ്. അപ്പൊ നമ്മൾ അടുത്ത ഗർബിൽ വെറൈറ്റിയാ. കൂടെയൊക്കെ ഉണ്ടല്ലേ? എന്താ വെറൈറ്റിയാ. കണ്ടല്ലോ, തൊട്ടൊന്നും ചെയ്യില്ല. റെഡ് ഐ ആട്ടോ ആൽബിനോ. കൊണ്ടുവന്നപ്പോ ഗ്രേ കളറായിരുന്നു. നമ്മളിനെ മേടിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇവിടുന്നല്ല, പെറ്റ് ഷോപ്പിൽ നിന്ന്. ഇവിടെ ഇപ്പൊ ബ്രീഡൊന്നും ആയിട്ടില്ല. പുറമേയല്ല, ഞാൻ സിംഗിൾ എടുത്താ. ആൽബിനോ റെഡ് ഐ. ഇപ്പൊ കൊണ്ടുവന്നപ്പോ ഗ്രേ ആയിരുന്നു, ഇപ്പൊ ബ്രൗൺ കളറായിരുന്നു. കൊച്ചു പിള്ളേർക്ക് ഒരു ഇണക്കെടുത്ത് വളർത്താൻ പറ്റാണ്. ഇനി വലിയ അങ്ങനെ ഇതൊന്നും വേണ്ടല്ലേ? വലിയ കൂടും അങ്ങനെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇതുപോലത്തെ ഒരു സ്മോൾ ബഡ്ജറ്റിലൊരു ബേസാ മതി കേട്ടോ ഗൈസ് അല്ലേ? പിന്നെ ഒരു കുപ്പിയൊക്കെ ഇട്ട് കൊടുത്താണ്. അത് വെള്ളത്തിനെടുത്തേക്കാണ്, പക്ഷെ ഇവൻ കളഞ്ഞു.
വെള്ളമൊക്കെ അങ്ങനെ കുടിക്കല്ലേ? വെള്ളം വേണമെന്നില്ല. ഫുഡ് എന്തായാലും നമ്മൾ ഇതിന് കൊടുക്കുന്നത് പച്ചക്കറി വേസ്റ്റ് കൊടുക്കാം. ആ അതായത് അങ്ങനെയല്ല, ക്യാരറ്റ് കൊടുക്കാം. ആ. പിന്നെ ഞാൻ മറ്റേ ഹാംസ്റ്ററിന്റെ ഫുഡ് ഉണ്ടല്ലോ 10 രൂപയൊക്കെ തൂക്കി മേടിക്കാം. കിട്ടുമോ അങ്ങനെ? ആ, ഞാൻ ജസ്റ്റ് മേടിക്കാറുണ്ട്, മേടിച്ചു കൊടുക്കാറുണ്ട്. ഇവര് ഇങ്ങനെ അത് വേണമെന്നില്ല, ഇവർക്ക് ഞാൻ പറഞ്ഞു പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ കൊടുത്താൽ മതി. ഉപ്പും പറഞ്ഞ പച്ചക്കറി സാധനമൊക്കെ ഒന്നും ചെയ്യില്ല. കൈ കാണിച്ചോ? ചെയ്യില്ല, ചെയ്യില്ല, ഞാൻ പിടിച്ചോളാം. കൈ കാണിച്ചോ? കൈ കാണിച്ചോ? ചെയ്യില്ല, ഇങ്ങനെ ഇട്ടേക്കാം. അതിനപ്പോ നമുക്ക് അതിന്റെ ഇതിലേക്ക് തന്നെ ഇട്ടേക്കാം. അടുത്ത മൈസ് വെറൈറ്റി ആണ്. അപ്പൊ ഇനി അടുത്ത നമുക്ക് കാണാം മൈസ് വെറൈറ്റി ആണ്. അത് ഞാൻ മിനിഞ്ഞാന്ന് മേടിച്ചത്, ഒരെണ്ണം മേടിച്ചതാണ്. അപ്പൊ ഞാൻ അവന്റെ ഒപ്പം ഇട്ട് നോക്കി, പക്ഷെ ജസ്റ്റ് കമ്മി ഇതല്ലോ, രണ്ടും വെറൈറ്റി ആണല്ലോ. ഇത് ബാൻഡഡ് മൈസ് ആണ്. ഇത് ആൽബിനോറ ഐ ആണ്. ഇത് കടിക്കുക അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല. എന്റെ കയ്യിലാട്ടെ ഇരിക്കുന്ന ടൈംഡ് ആണ്. അതായത് ഇത് നമുക്ക് വില കുറവായി കിട്ടണ പറ്റാണ്. ഗർഭിലൊക്കെ അത്യാവശ്യം പൈസ കിട്ടണ സംഭവം. ഇങ്ങനത്തെ മോഡലാണ് നമ്മൾ മേടിക്കണം പറഞ്ഞിരിക്കുന്നത്. ഗർഭിൽ അത്യാവശ്യം നല്ല വിലയുള്ളതാണ്, പക്ഷെ മൈസിന് വില കുറവാണ്. പിന്നെ നന്നായിട്ട് ഇണക്കി വളർത്താം. അതെ, ഞാൻ ഇപ്പൊ ഒരു ജാറിനകത്താണ് ഇട്ടേക്കുന്നത്. നമ്മളുടെ ഒരു ബൗളാണ്. അപ്പൊ അതിന്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് എന്ത് ബക്കറ്റോ ഇപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ അറക്കപ്പൊടി കുറച്ചിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മള് പുറത്തുനിന്ന് മേടിക്കുന്നു. അറക്കപ്പൊടി ചെറിയ അറക്കാലത്ത് കിട്ടും, മേടിക്കണമെന്നില്ല. അടിപൊളിയാ, നല്ല നല്ല പെറ്റാണ്. വാലയിലേ പിടിക്കാനുള്ളത്. ഇവരുടെ കൂടുതലും വാലയെ പിടിച്ചാണ് എടുക്കണത്. ഇവരെ രണ്ടിനെ അല്ല ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല. അത് ഹാംസ്റ്റർ ആണ്. അല്ലാതെ അങ്ങനെ പിടിച്ചാൽ വല്ല അറ്റാക്കും ഒന്നും ചെയ്യത്തൊന്നുമില്ല. എന്നാലും അവർക്ക് കൂടുതൽ കംഫോർട്ട് ഇതാണ്. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ അല്ല ഇനി വരണം കൂടെ ഉണ്ട്. പേർഷ്യൻ കേറ്റിനെ കാണിച്ചില്ല, അപ്പൊ നമുക്ക് നേരെ പേർഷ്യൻ കേറ്റിനെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പേർഷ്യൻ കേറ്റ്. പേരെന്താ? ഹൗവാനാണ്, ഫീമെയിൽ ആണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചൊരു പെറ്റാണ്. ഇപ്പൊ ഇതിന് വല്ല ഒരു വയസ്സ് അങ്ങനെ ഇല്ല 4 മാസം. ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമുക്ക് ഒരു ഡോഗ് ഉണ്ട്, പോമറേനിയാണ്, ജാക്കി എന്നാണ് പേര്. ഇത് ഫീമെയിൽ ആണോ മെയിൽ ആണോ? ഫീമെയിൽ. ഇനി എടുത്തിട്ട് ഇപ്പൊ എത്ര